ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഇത് കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് ബ്രെഡാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര സ്നാക്ക് വേണമോ അതിനനുസരിച്ച് ബ്രെഡിൻ്റെ അളവിലേക്ക് മാറ്റം വരുത്തിയാൽ മതി. ഇനി ഓരോ ബ്രെഡും എടുത്ത് ഈ ബ്രെഡിൻ്റെ 4 സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബ്രെഡ് 4ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ വേണം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാൻ. ബാക്കിയുള്ള ബ്രെഡിൻ്റെയും 4 സൈഡൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എല്ലാം നമ്മളിപ്പം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. എണ്ണ നല്ലപോലെ ചൂടായിട്ട് ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം ഇത് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സൈഡും ഇവിടെ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതും കോരിയെടുക്കണം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ പഞ്ചസാര ഒന്ന് അലിയിച്ചെടുക്കണം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മളിവിടെ 1 സ്റ്റിങ് കൺസിസ്റ്റൻസി ഒന്നും ആവേണ്ട, ജസ്റ്റ് കൈകൊണ്ട് ഒട്ടുന്ന ആ ഒരു പരുവായി വരുന്ന വരെ വേണം നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കാൻ. ഇപ്പോൾ ഇതിവിടെ കൈകൊണ്ട് ഒട്ടുന്ന ആ ഒരു പരുവൊക്കെ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ആകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് നമുക്കിത് ഓരോന്നായിട്ട് ഈ ഷുഗർ സിറപ്പിലേക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചിട്ട് കൂടി കൊടുക്കണം. ഇനി ഇത് ഒരുപാട് സമയം നമ്മൾ ഈ ഷുഗർ സിറപ്പിൽ വെക്കേണ്ട, ജസ്റ്റ് 1 മിനിറ്റൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. 1 മിനിറ്റൊക്കെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് കോരി ഈ ഒരു സ്ട്രെയിനിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള ഷുഗർ സിറപ്പ് നമുക്കൊന്ന് പോയി കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ ഒരു സ്ട്രെയിനിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ബാക്കിയുള്ള ഷുഗർ സിറപ്പ് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചൊന്ന് മാറ്റി വെക്കണം. ഇനി നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി പാലൊന്ന് ഇളക്കി കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കണം. പാലൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് റവ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും നമ്മൾ ഈ ഒരു സ്നാക്ക് ചെയ്യാൻ വേണ്ടി എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇവിടെ നല്ലപോലെ ഇങ്ങനെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ച് വേണം നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാൻ. ഇപ്പം പാൽപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പം നമ്മളിവിടെ മാറ്റി വെച്ചിരുന്ന ആ ഷുഗർ സിറപ്പ് കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലൊരു ക്രീമി പരുവത്തിനാണ് നമുക്ക് ഈ ഒരു മിക്സ് ഇവിടെ കിട്ടേണ്ടത്. ഇതുപോലെ പാലിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവായി വരുന്ന വരെ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇതിവിടെ കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഓരോന്നായിട്ട് എടുത്ത് ഇതിന് മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഈ ഒരു മിക്സ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് വെച്ച് കൊടുത്ത ശേഷം ഇതിന് മുകളിലേക്ക് ഒരു പീസ് കൂടി വെച്ച് കൊടുത്ത് സൈഡൊക്കെ നമുക്കൊന്ന് ലെവലാക്കി കൊടുക്കണം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ ബ്രെഡും പാലും റവയൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.